എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന പഴമാണ് അവക്കാഡോ. നമ്മൾ പറയുന്നത് വെണ്ണപ്പഴമെന്നാണ്. ഇപ്പോൾ അവക്കാഡോൻ്റെ സീസൺ ടൈമാണ്. സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഒരു അവക്കാഡോന് 70 രൂപ 60 രൂപ ഒക്കെ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് 1 കിലോ അവക്കാഡോ കിട്ടും. ഹെൽത്തി ആയിട്ട് എന്നും ഇരിക്കണമെന്നുള്ളവർ ദിവസത്തിൽ ഓരോ അവക്കാഡോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല കൊളസ്ട്രോൾ, വിറ്റമിൻ സി, ഇ, കെ, അതുപോലെ തന്നെ ഗുഡ് ഫാറ്റ് എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ചമ്മന്തി എന്നറിയപ്പെടുന്ന ഗ്ലൂക്കോമോളിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നന്നായി പഴുത്തിട്ടുള്ള അവക്കാഡോ നോക്കിയെടുത്ത് അതിനെ ഇതേപോലെ മുറിച്ചെടുക്കുക. വെണ്ണ പോലെയാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുക. ഇതിൻ്റെ പൾപ്പെല്ലാം എടുത്തതിന് ശേഷം സ്മാഷ് ചെയ്യുക. അവക്കാഡോ ഉപയോഗിച്ച് സ്മൂത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഷേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ ഹെൽത്തി ഈ ഒരു ഗ്ലൂക്കോമോളി ഉണ്ടാക്കുന്നതിലാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലക്സ് ഇടാം. അപ്പം ഞാൻ അതിന് പകരം പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. മുളക് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരണം ഇടാം. ഞാൻ 2 മുളകാണ് ഇടുന്നത്. ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളമൊക്കെ ഫ്രിഡ്ജിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഇടയിൽ യൂസ് ചെയ്ത് സാൻഡ്വിച്ച് പോലെ കഴിക്കാം, അതുപോലെ ചപ്പാത്തിയുടെ ഒപ്പം തന്നെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോമോളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഇടാം. ഇത് ഞാൻ മല്ലിയില ഇല്ലാത്ത കാരണം എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. മല്ലിയിലയുടെ അതേ സ്മെല്ല് തന്നെയാണ്. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള ഒരു തക്കാളിയാണ് കേട്ടോ. ഇത് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരാച്ചാൽ കൂടുതൽ അളവിലെടുക്കുക. ഒരു ചെറിയ സവോള വേണം. സവോള അധികമായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുത്തടിക്കും. അപ്പം സവോള കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ഇടാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. 2-3 അല്ലി വെളുത്തുള്ളി എടുക്കണം. ഇതും ഓപ്ഷണലാണ്. വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ഇത് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. അപ്പം ഇത്രയും സംഗതികൾ ഉണ്ടായാലാണ് നമ്മുടെ ഗ്ലൂക്കോമോളി കറക്റ്റായിട്ട് വരും. നല്ല ഭംഗിയില്ലേ പച്ചക്കറികൾ അരിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട്? ഭംഗി മാത്രമല്ല, നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ അരിയുന്ന ഓരോ ഇൻഗ്രീഡിയൻസും വളരെ ചെറുതാക്കി തന്നെ അരിയുക. ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസൊക്കെ അവക്കാഡോയിൽ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വരിക. അവക്കാഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫ്ലേവർ ഇല്ലാത്തതാണ്. നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അവക്കാഡോൻ്റെ ഫ്ലേവർ. അപ്പം ഇതിൽ നമ്മൾ ചമ്മന്തി ആയ കാരണം പുളിയും എരിവൊക്കെ വേണം. ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് എത്ര ക്രീം വേണോ അത്രയ്ക്ക് അവക്കാഡോൻ്റെ എണ്ണം കൂട്ടാട്ടോ. ഞാനിവിടെ 2 അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ സാൻഡ്വിച്ചിൻ്റെ ബാറ്ററായിട്ടൊക്കെ നമുക്ക് വെക്കാം. ലോകത്തിലെ തന്നെ നമ്പർ 1 ചമ്മന്തിയായ ഗ്ലൂക്കോമോളിയാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.